നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഇവൻ ഇത് എവിടെ പോയി? ഫോൺ പോലും കൊണ്ടുപോയത് എങ്ങോട്ടാ ഈ പോയത്? എവിടെ പോയാലും ഒന്ന് പറഞ്ഞിട്ട് പോണ്ടേ? ഇന്നലെ മുതൽ ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ടല്ലോ. ഒരാളുടെ ഫോൺ പോലും എടുത്തിട്ടില്ല. ഇവനിത് എന്തു പറ്റി? ആരോടും പറയാതെ ഇവൻ എങ്ങോട്ടാ പോയത്? അതോ ഇനി നിഖിലിന് വല്ല അപകടം പറ്റി കാണുമോ? ഇപ്പൊ നിഖിൽ എവിടെയുണ്ടെന്ന് എങ്ങനെ കണ്ടുപിടിക്കും? അതേടോ. പിന്നെ എപ്പോഴെങ്കിലും എന്നെ ഫോണിൽ കിട്ടിയില്ലെങ്കിൽ ഈ സ്മാർട്ട് വാച്ചിന്റെ GPS ട്രാക്ക് ചെയ്ത് നിനക്ക് എന്റെ ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ പറ്റും. എന്റെ ഫോണുമായിട്ട് ഈ വാച്ച് കണക്റ്റഡാ. അതിന് നീ എവിടെ ഫോൺ എടുക്കാതെ പോകുന്നേ? പറയാൻ പറ്റില്ലല്ലോ, മനുഷ്യരുടെ കാര്യമല്ലേ. എപ്പോഴെങ്കിലും നിനക്ക് ആവശ്യം വന്നാ ഇതൊന്ന് ഓർത്ത് വെച്ചാൽ മതി. അപകടം എപ്പോഴാ വരുന്നെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഒന്ന് പോടാ അവിടുന്ന്. അതാ പറഞ്ഞത്. നിന്റെ ഫോൺ ഉണ്ടോ കയ്യില്? ഫോണുണ്ട്. അയ്യോ, ഇതൊരു കാട്ടുപ്രദേശമാണല്ലോ. ആരും ഇല്ലാത്ത സ്ഥലത്ത് ഇവൻ എന്തിനാ പോയത്? ജോഗിങ്ങിന് ഇത്രയും ദൂരം പോകേണ്ട കാര്യമില്ലല്ലോ. അവൻ എന്തോ പറ്റിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ഇക്കാര്യം ഹൃദയങ്ങളോട് പറയണം. അല്ലെങ്കിൽ വേണ്ട, ഞാനിപ്പോ ചെന്ന് പറഞ്ഞ ഏതെങ്കിലും ഞാൻ എങ്ങനെ അറിഞ്ഞു എന്ന് ചോദിക്കും. പിന്നെ ഓരോ സംശയങ്ങൾക്കും മറുപടി പറയേണ്ടി വരും. ഞങ്ങളുടെ റിലേഷനെ കുറിച്ച് അങ്ങളുടെ സംശയം തോന്നുകയും ചെയ്യും. നിഖിലിനെ ഞാൻ തന്നെ പോയി അന്വേഷിക്കുന്നതാ ബുദ്ധി. എന്തായി മോളെ, പോയ കാര്യം നടന്നോ? എന്തുപറ്റി? എന്താ രണ്ടാളുടെ മുഖത്തൊരു വിഷമം? ആ സ്വാമിയെ കണ്ടോ? അല്ല, ആ വൈദ്യനെ കണ്ടോ? അദ്ദേഹം എന്ത് പറഞ്ഞു? നമ്മൾ വിചാരിച്ച കാര്യം നടക്കുമെന്ന് തോന്നുന്നില്ല ഗീതമാമേ. അതെന്താ നടക്കാത്തെ? അദ്ദേഹം ഇപ്പൊ ചികിത്സ നിർത്തിയോ? അതല്ല, ഞങ്ങൾക്ക് അദ്ദേഹത്തെ കാണാൻ സാധിച്ചില്ല. എന്റെ അഞ്ജനമോക്ക് അതുവഴി സംസാരശേഷി കിട്ടുമെന്ന് എനിക്കൊരു പ്രതീക്ഷയും ഇല്ല. എന്തിനാ ഇങ്ങനെ നിരാശപ്പെടുന്നോ? എല്ലാം ശരിയാവും. ആ മുത്തശ്ശി പറഞ്ഞ കാര്യത്തിൽ എനിക്കിപ്പോഴും നല്ല വിശ്വാസമുണ്ട്. നമ്മൾ ഇനിയും പോവും, അദ്ദേഹത്തെ കാണും, നമ്മുടെ ചോട്ട് നമ്മളോട് സംസാരിക്കും. എന്റെ അഞ്ജനമോള് എന്തെങ്കിലും സംസാരിക്കുന്നതാ എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം. ഇത്രയൊക്കെ ചികിത്സ നടത്തിയിട്ടും ഒരു ഫലവും ഉണ്ടായില്ല. അവൾക്ക് സംസാരശേഷി തിരിച്ചു കിട്ടണമെങ്കിൽ എന്തെങ്കിലും ഒരു അത്ഭുതം ഉണ്ടാവണമെന്ന് അന്ന് ഡോക്ടർമാര് പറഞ്ഞതാ. ഈ മുത്തശ്ശിയെ കണ്ടപ്പോ എനിക്കും അങ്ങനെ തോന്നി. പിന്നെ അവര് വൈദ്യനെ കുറിച്ച് പറഞ്ഞപ്പോ വിശ്വാസം വന്നു. അതുകൊണ്ടാ ഇത്ര ദൂരം താണ്ടി അവിടെ പോയത്. അഞ്ജനമോളോട് ഇക്കാര്യം പറഞ്ഞോ? ഇല്ല, പറഞ്ഞിട്ടില്ല. അത് നന്നായി.
ഒരുപാട് പ്രതീക്ഷിച്ചിട്ട് ഒടുവിലത് നടക്കില്ല എന്നറിഞ്ഞ് വിഷമിക്കണ്ടല്ലോ. ഞാൻ അബദ്ധത്തിൽ ചോട്ടിനോട് സംസാരിക്കാൻ പോയതാ. ദർശനെ വിലക്കിയതുകൊണ്ട് പിന്നെ സംസാരിക്കാതിരുന്നത്. ദർശന പറഞ്ഞതാ ശരിയെന്ന് ഇപ്പോഴേ എനിക്ക് മനസ്സിലായേ. ആരോടെങ്കിലും ഒന്ന് സംസാരിക്കാൻ അവളുടെ മനസ്സ് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ഓരോ തവണ ബുക്കിലെഴുതി ഞങ്ങളെ കാണിക്കുമ്പോഴും ആംഗ്യഭാഷയിൽ ഓരോന്നും പറയുമ്പോഴും മറ്റുള്ളവർ ഊമ പെണ്ണെന്ന് പറഞ്ഞ് കളിയാക്കുമ്പോഴും അവളുടെ ഉള്ളിലുണ്ടാവുന്ന സങ്കടം എത്രയാണെന്ന് എനിക്കറിയാം. ചോട്ടുവിനെ ആ റൂമിൽ നിന്ന് വിളിക്കുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമല്ല. മോളെ, ചോട്ടു ചോട്ടു അഞ്ജു, ഓരോ തവണ ബുക്കിലെഴുതി ഞങ്ങളെ കാണിക്കുമ്പോഴും ആംഗ്യഭാഷയിൽ ഓരോന്നും പറയുമ്പോഴും മറ്റുള്ളവർ ഊമ പെണ്ണെന്ന് പറഞ്ഞ് കളിയാക്കുമ്പോഴും അവളുടെ ഉള്ളിലുണ്ടാവുന്ന സങ്കടം എത്രയാണെന്ന് എനിക്കറിയാം. എടാ, ഞാൻ ഇന്ന് ഭയങ്കര സന്തോഷത്തില. നീ എന്താവശ്യപ്പെട്ടാലും ഞാൻ വാങ്ങിച്ചു തരും. ആ ബിരിയാണി എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ ആയിരുന്നു ബോസേ. അല്ല ബോസേ, ഇവനെ നീ എന്ത് ചെയ്യും? ഇവനെ